വെൽക്കം ബാക്ക് ടു ഉമേഷ്. അപ്പം നമ്മൾ കടയിൽ ഓർഡർ കൊടുക്കാൻ നിൽക്കുകയാണ്. ടൈൽ ഷീറ്റിൻ്റെ ഒരു വർക്ക് ഏരിയ ചെയ്യാനാണ് ഇന്നത്തെ വർക്ക്. അപ്പോൾ നമ്മൾ കടയിൽ ഓർഡറൊക്കെ കൊടുത്ത് സാധനമൊക്കെ വന്നിട്ടുണ്ട്. ടൈൽ ഷീറ്റാണ് ഇടുന്നത്. 2.5 സ്ക്വയർ ട്യൂബിൽ ഒന്നുക്കൊന്ന് ഫ്രെയിമിലുമാണ് നമ്മൾ ആ ഒരു ട്രസ്സ് പണിയാൻ പോകുന്നത്. അപ്പം ജിയോ റൂഫിൻ്റെ ടൈൽ ഷീറ്റാണ് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയത്. ഇപ്പോൾ സൈറ്റിൽ ഇറക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്ത് റൂഫ് അടിക്കാനുള്ള സെറ്റപ്പാണ്. കട്ട വെച്ചൊക്കെ കെട്ടി സെപ്പറേറ്റ് ഒരു അടുക്കള തിരിച്ചിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിലാണ് നമ്മൾ കൺസീലിംഗ് രീതിയിൽ ഒരു റൂഫ് അടിച്ച് ഇറക്കി കൊടുക്കണം. അപ്പോൾ അതായത് ട്രസ്സെല്ലാം നമ്മൾ വെട്ടി ഇറക്കി നല്ല സീറ്റിംഗ് ആയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. സ്ക്വയർ ട്യൂബൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റിങ് എല്ലാം അടിച്ച് കിടിലാക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മേളിൽ ആദ്യം ഒരു ബീം സെറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് വെട്ടി ഇറക്കി വെച്ചിട്ട് വെൽഡ് ചെയ്യണം. ഈ ഒരു ഭാഗത്ത് കട്ട ഇച്ചിരി പൊങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ടേപ്പർ എടുത്തപ്പം ആ ഒരു ഭാഗം വെട്ടിക്കളയണം. ആ മൂല മാത്രം വേണം. ഇനി ആ പൈപ്പൊന്ന് വെച്ചു ഞാൻ ആ പൈപ്പങ്ങ് എടുത്ത് പോയി. ഇഞ്ച് കട്ട് ചെയ്യണ 57 ഇഞ്ച്. ഇതിൻ്റെ ഇടയ്ക്ക് 2 ഡ്രസ്സ് കൂടി ഫിറ്റ് ചെയ്യണം. ഡ്രസ്സെല്ലാം നമ്മൾ വെൽഡ് ചെയ്ത് കറക്റ്റ് സൈഡ് മൂലയെല്ലാം വെൽഡ് ചെയ്യണം. നമ്മൾ ഫർലിങ് കൊടുത്തിരിക്കുന്നത് 18 ഇഞ്ച് ഗ്യാപ്പിലാണ്. നമ്മൾ ഈ ഓട് ഷീറ്റ് ചെയ്യുമ്പം കറക്റ്റ് ഒരു ഷീറ്റ് എടുത്ത് തന്നെ മേളിയിട്ട് വരച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടിരിക്കും. ആ കാണി നോക്കി വേണം നമ്മൾ ഓരോ ഫർലിങ്ങും ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്ത് ഒരു 18 ഇഞ്ച് ഗ്യാപ്പിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ സെൻറ്റർ കൊണ്ട് ഈ ഓട് ഷീറ്റ് ടൈൽ ഷീറ്റ് ഓടിയാൻ ചാൻസ് കൂടുതലാണ്. ഫർലിങ് അടുത്ത് കിടക്കുകയാണെങ്കിൽ ആ ഒരു ടെൻഡൻസി മാറിക്കിട്ടും. അപ്പോൾ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫർലിംഗ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ പാത്തി സെറ്റിംഗ് ആണ്. നമ്മളെ ജോയിൻ്ററും എൻഡ് ഗ്യാപ്പും എല്ലാം MC-യിലിട്ട് പൊതിഞ്ഞ് കറക്റ്റ് ലീക്കാവാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാത്തിയെല്ലാം മേളിൽ കയറ്റി ഇനി സൈഡിലോട്ട് ഇറക്കിയിടണം. ഇപ്പോൾ പാത്തി
എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഷീറ്റ് ഇടാം. വീതി. ഈ രീതിയിലാണ് നമ്മുടെ ഷെഡ് പണിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.